പഞ്ചാബിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശിരോമണി അകാലിദൾ അധ്യക്ഷൻ സുഖ്ബീർ സിംഗ് ബാദലും തമ്മിലുള്ള കൂടിക്കാഴ്ച. ആഗസ്റ്റ് 7-ന് പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ ബിജെപിയും ശിരോമണി അകാലിദളും വീണ്ടും രാഷ്ട്രീയ ധാരണയിലെത്താനുള്ള സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുമായി പഞ്ചാബുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുഖ്ബീർ ബാദൽ വ്യക്തമാക്കി. എന്നാൽ ബിജെപിയുമായി വീണ്ടും തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചില്ല. ഇതോടെ ഇരു പാർട്ടികളും തമ്മിലുള്ള പഴയ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നീക്കമാണോ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെന്ന സംശയം കൂടുതൽ ശക്തമായി. അകാലിദളിലെ ഒരു മുതിർന്ന നേതാവിന്റെ പ്രതികരണമാണ് ഈ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ കരുത്തു നൽകിയത്. ബിജെപിയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി അദ്ദേഹം സൂചന നൽകി. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ലെന്നും വ്യക്തമാണ്. അതേസമയം ബിജെപി നേതൃത്വം സഖ്യസാധ്യത സംബന്ധിച്ച ചർച്ചകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നില്ലെന്ന നിലപാടിലാണ്. പഞ്ചാബിലെ 117 നിയമസഭാ മണ്ഡലങ്ങളിലും സ്വന്തം ശക്തിയിൽ മത്സരിക്കാനുള്ള ഒരുക്കങ്ങളാണ് പാർട്ടി നടത്തുന്നതെന്ന് ബിജെപി നേതാക്കൾ ആവർത്തിച്ചു. പഞ്ചാബ് ബിജെപിയുടെ പുതിയ അധ്യക്ഷൻ കേവൽ സിംഗ് ധില്ലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സുഖ്ബീർ ബാദലിന്റെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയെ പഞ്ചാബിന്റെ താൽപര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയായി മാത്രമാണ് വിശേഷിപ്പിച്ചത്. അതിനെ അടിസ്ഥാനമാക്കി ബിജെപിയും അകാലിദളും വീണ്ടും സഖ്യത്തിലാകുമെന്ന് കരുതേണ്ടതില്ലെന്നും പാർട്ടി വ്യക്തമാക്കി. ബിജെപി ദേശീയ വക്താവ് RP സിംഗും സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. പഞ്ചാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് സുഖ്ബീർ ബാദൽ പ്രധാനമന്ത്രിയെ കണ്ടതെന്നും ഇതിനെ സഖ്യ പുനഃസ്ഥാപനവുമായി നേരിട്ട് ബന്ധിപ്പിക്കാനാകില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ബിജെപിയും ശിരോമണി അകാലിദളും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധത്തിന് പഞ്ചാബിൽ ദീർഘകാല ചരിത്രമാണുള്ളത്. 2 പതിറ്റാണ്ടിലേറെ കാലം ഇരു പാർട്ടികളും സഖ്യകക്ഷികളായി പ്രവർത്തിച്ചിരുന്നു. 1997, 2007, 2012 വർഷങ്ങളിലെ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സഖ്യമായി മത്സരിച്ച ഇരു പാർട്ടികളും അധികാരത്തിലെത്തുകയും ചെയ്തു. എന്നാൽ 2020 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമങ്ങളെ ചൊല്ലിയുണ്ടായ കർഷക പ്രതിഷേധമാണ് സഖ്യബന്ധത്തിൽ നിർണായകമായ വിള്ളൽ സൃഷ്ടിച്ചത്. നിയമങ്ങളെ എതിർത്തുകൊണ്ട് ശിരോമണി അകാലിദൾ NDA സഖ്യത്തിൽ നിന്ന് പിന്മാറി. അന്നത്തെ കേന്ദ്രമന്ത്രിസഭയിലെ അകാലിദൾ പ്രതിനിധിയായിരുന്ന ഹർസിമ്രത് കൗർ ബാദൽ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തു. പിന്നീട് കേന്ദ്ര സർക്കാർ വിവാദമായ 3 കാർഷിക നിയമങ്ങളും പിൻവലിച്ചെങ്കിലും ബിജെപിയും അകാലിദളും തമ്മിലുള്ള പഴയ രാഷ്ട്രീയ ബന്ധം ഉടൻ പുനഃസ്ഥാപിക്കപ്പെട്ടില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇരു പാർട്ടികളും വീണ്ടും ഒരുമിച്ച് മത്സരിക്കാനുള്ള സാധ്യത പരിശോധിച്ചിരുന്നു. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടന്നു. എന്നാൽ ഇരു പാർട്ടികൾക്കും സ്വീകാര്യമായ ധാരണയിലെത്താൻ കഴിയാതെ വന്നതോടെ സഖ്യനീക്കം പരാജയപ്പെട്ടു. തുടർന്ന് ബിജെപിയും അകാലിദളും വേർപിരിഞ്ഞാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പഞ്ചാബിലെ 13 ലോക്സഭാ മണ്ഡലങ്ങളിലും ബിജെപി സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല. അകാലിദളിനാകട്ടെ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. ഇതിനു മുൻപ് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇരു പാർട്ടികൾക്കും കാര്യമായി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അകാലിദൾ 3 സീറ്റുകളിലും ബിജെപി 2 സീറ്റുകളിലുമാണ് വിജയിച്ചത്. ഇതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇരു പാർട്ടികളുടെയും സ്വാധീനം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറഞ്ഞതായി വിലയിരുത്തപ്പെട്ടു. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പഞ്ചാബിലെ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ തന്ത്രങ്ങൾ ശക്തമാക്കുന്ന സമയത്താണ് മോദി സുഖ്ബീർ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ബിജെപിയും അകാലിദളും വീണ്ടും ഒരുമിച്ചാൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങളിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അകാലിദളിന്റെ പഞ്ചാബിലെ ചില പരമ്പരാഗത ഗ്രാമീണ മേഖലകളിലും സിഖ് വോട്ടർമാരിലും ഉണ്ടായിരുന്ന സ്വാധീനവും ബിജെപിയുടെ നഗര കേന്ദ്രങ്ങളിലെ പിന്തുണയും ഒരുമിപ്പിക്കാനായാൽ ഇരു പാർട്ടികൾക്കും അത് രാഷ്ട്രീയമായി ഗുണകരമായേക്കാം. എന്നാൽ 2020 ശേഷമുണ്ടായ രാഷ്ട്രീയ അകൽച്ചയും കർഷക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിലപാടുകളും ഇരു പാർട്ടികൾക്കും മുന്നിലുള്ള വെല്ലുവിളികളാണ്. കൂടാതെ സീറ്റ് വിഭജനം, നേതൃത്വപരമായ ധാരണ, തെരഞ്ഞെടുപ്പ് തന്ത്രം തുടങ്ങിയ വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. മോദി സുഖ്ബീർ കൂടിക്കാഴ്ചയെ ആം ആദ്മി പാർട്ടിയും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി. ഇരു പാർട്ടികളും വീണ്ടും ഒരുമിക്കുന്നതിനുള്ള നീക്കമാണോ നടക്കുന്നതെന്ന തരത്തിൽ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ സാമൂഹിക മാധ്യമത്തിലൂടെ പരിഹാസ രൂപത്തിൽ പ്രതികരിച്ചു. പഞ്ചാബിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പാർട്ടികൾ നീക്കങ്ങൾ ശക്തമാക്കുന്നതിനിടെയാണ് ഈ കൂടിക്കാഴ്ച എന്നതിനാൽ കെജ്രിവാളിന്റെ പ്രതികരണത്തിലും രാഷ്ട്രീയ പ്രാധാന്യം ലഭിച്ചു. നിലവിൽ ബിജെപി സഖ്യത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. മറുവശത്ത് അകാലിദളും സഖ്യം പുനഃസ്ഥാപിച്ചതായി വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ മോദി സുഖ്ബീർ കൂടിക്കാഴ്ചയെ ഒരു ഔദ്യോഗിക സഖ്യ നീക്കമായി കാണാൻ കഴിയില്ല. എങ്കിലും ഏറെക്കാലമായി അകന്നു നിന്നിരുന്ന 2 രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ വീണ്ടും നേരിട്ട് ചർച്ച നടത്തുന്നത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് കൂടുതൽ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളാണ് ലഭിക്കുന്നത്. ബിജെപി എല്ലാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന നിലപാട് തുടരുന്നുണ്ടെങ്കിലും അകാലിദളുമായി രാഷ്ട്രീയ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള സാധ്യത പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെന്ന വിലയിരുത്തലുകളും
സാധ്യതകളും ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇരു പാർട്ടികളുടെയും നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാടുകളും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും മാത്രമേ ഈ ബന്ധം ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് വ്യക്തമാക്കുകയുള്ളൂ. അതിനാൽ മോദി സുഖ്ബീർ കൂടിക്കാഴ്ച ഒരു സാധാരണ രാഷ്ട്രീയ കൂടിക്കാഴ്ച മാത്രമാണോ അതോ പഞ്ചാബിലെ പഴയ BJP അകാലിദൾ സഖ്യത്തിന്റെ തിരിച്ചുവരവിനുള്ള തുടക്കമാണോ എന്നതാണ് ഇനി രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.